രാവണന്റെ അട്ടഹാസം നിലയ്ക്കാത്ത യുദ്ധഭൂമിയിൽ ശ്രീരാമൻ ക്രോധരൂപിയായി. ചന്ദ്രഹാസം കൊണ്ട് രാവണൻ തിരിച്ചടിച്ചെങ്കിലും രാമൻ അതിനെ ആദരപൂർവ്വം തടുത്തു. ആ നിമിഷം 14 ലോകങ്ങളും സാക്ഷിയായി നിൽക്കെ രാമൻ ആ സത്യം മനസ്സിലാക്കി: രാവണന്റെ നാഭിയിലുള്ള അമൃതകുംഭമാണ് അവനെ മരണമില്ലാത്തവനാക്കുന്നത്. രാമന്റെ ദിവ്യബാണമേറ്റ് അമൃതകുംഭം വറ്റിയതോടെ ലങ്കാധിപതി രഥത്തിൽ നിന്നും മണ്ണിലേക്ക് പതിച്ചു. മരണത്തോട് മല്ലിടുമ്പോൾ രാവണന്റെ അഹങ്കാരമെല്ലാം കണ്ണുനീരായി ഒഴുകി. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. രാമൻ സാക്ഷാൽ വൈകുണ്ഠനാഥനാണെന്നും ലക്ഷ്മണൻ അനന്തനാണെന്നും ഹനുമാൻ സംഹാരമൂർത്തിയായ ശിവനാണെന്നും രാവണൻ തിരിച്ചറിഞ്ഞു. സ്വയം വിഷ്ണുഭക്തനായ ജയവിജയന്മാരുടെ ശാപമോക്ഷമാണെന്ന് ആ മഹാജ്ഞാനി മനസ്സിലാക്കി. ശത്രുതയൊടുങ്ങിയ ആ അവസാന നിമിഷങ്ങളിൽ രാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ രാവണന്റെ പാദത്തിങ്കൽ ഇരുന്ന് രാഷ്ട്രീയവും ധർമ്മവും ഉപദേശമായി സ്വീകരിച്ചു. ഒടുവിൽ ലോകത്തെ വിറപ്പിച്ച ആ ദശമുഖൻ ശാന്തനായി കണ്ണുകളടച്ചു. രാവണായനത്തിന് ഇവിടെ പരിസമാപ്തി.